ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് TV പ്രോഗ്രാമിൽ കൂടെ കടന്നു വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അയക്കുകയാണ്. നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ സീസണിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കർത്താവ് നമ്മെ അലങ്കരിക്കുകയാണ്. ആമേൻ. അലങ്കോലമായിരിക്കുന്നതിനെ അലങ്കാരമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ അലങ്കോലമായി, ഡിസ്റ്റർബ്ഡായി, ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്നതിനെ അലങ്കാരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മളെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അസാധാരണമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ആക്ഷസിൽ നിന്ന് ബ്യൂട്ടിഫിക്കേഷൻ സംഭവിക്കും. എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ആരെങ്കിലും ആണോ താങ്കൾ? എവിടെയൊക്കെ നഷ്ടങ്ങൾ നിങ്ങളെ അലട്ടുകയാണെന്ന് പറയുകയാണോ? കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനം ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിൻ്റെ ശക്തിയുണ്ട്. അതാ വചനം പറയുന്ന, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനം മാറത്തില്ല. ദൈവത്തിൻ്റെ വചനം മാറത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ വചനം താങ്കളെ മാറ്റും. ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കുടുംബമായി ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഒരു സഹോദരിയെ പറ്റി പ്രതിപാദിച്ചിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിൻ്റെ വർത്തമാനം കേട്ടു. വചനം പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ വർത്തമാനം കേട്ട ഉടനെ അവളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു കാര്യം ട്രിഗർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തുള്ള വേറെ ഒരു വ്യക്തിയെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ട്രിഗറിങ് നടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതീക്ഷ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാലോ, ഏതെങ്കിലും ഒരു നോവൽ വായിച്ചാലോ, ഏതെങ്കിലും ലിറ്ററേച്ചർ വായിച്ചാലോ, എന്തെങ്കിലും കാര്യങ്ങൾ അല്പനിമിഷത്തേക്ക് ആനന്ദം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വായിച്ചാലോ കേട്ടാലോ ഒന്നും അകത്തളങ്ങളിൽ ഒരു ട്രിഗറിങ് നടക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ, യേശുവിനെ കുറിച്ച് കേട്ടാൽ, ആമേൻ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു വ്യതിയാനം ഉണ്ടാവുക. നമ്മളിപ്പം കേട്ടതുപോലെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് പലതിലും നിരാശയിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാത്തപ്പോഴും നമുക്ക് വന്ന നഷ്ടങ്ങൾ എല്ലാം നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന വചനത്തിന് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതിലാണ് നമുക്കിരിക്കുന്ന ഒരു വലിയൊരു വിടുതൽ. റെസ്പോണ്ടിങ് ടു ദി വേർഡ്. ദൈവത്തിന്റെ വചനത്തിന് പ്രതികരിക്കുക. സോ ദൈവത്തിന്റെ വചനം നമുക്ക് അനുകൂലമായി വരുമ്പോൾ ഇന്ന് ഈ സമയത്ത് താങ്കൾ പ്രതികരിച്ചാൽ, താങ്കൾ ആരായിരുന്നാലും, എത്ര വലിയ പാപിയായിരുന്നാലും, ആര് നിന്നെ സഹായിക്കാനില്ലെന്ന് പറഞ്ഞാലും, നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ബ്രദറെ എനിക്ക് നാളത്തെ ദിവസം എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല, നാളെക്കുറിച്ച് ഞാൻ ഭാരപ്പെടുകയാണ്, എനിക്ക് മരണഭയമുണ്ട്, അല്ലെങ്കിൽ ആശങ്കകളുണ്ട്, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വേദനകൾ എനിക്കുണ്ട്, ഇങ്ങനെ പല വിധത്തിൽ ആശങ്കകളിൽ മനുഷ്യൻ അത്രത്തോളം ഭാരത്തോടെ നടക്കുക. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. സോ വിചാരപ്പെട്ട് ആശങ്കകൾ ആകുലതയോടെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും. അത് പ്രതികരിക്കുവാൻ, അതിനെ റെസ്പോണ്ട് ചെയ്യുവാൻ താങ്കൾ തയ്യാറാകുക. അതാണ് ഏറ്റവും പവർഫുൾ വേർഡ്, റെസ്പോണ്ട് ചെയ്യുക. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ട് ഉടനെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് അവൾ വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ വിടുതൽ ആരംഭിക്കുന്നത് പ്രതികരിച്ചപ്പോൾ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യമാകുന്നതിന് മുമ്പ് തന്നെ ഒരു ആത്മമണ്ഡലത്തിൽ വിടുതൽ സംഭവിക്കുകയാണ്. അവൾ പ്രതികരിക്കുവാൻ തയ്യാറായപ്പോൾ, ഇന്ന് ഈ സമയത്ത് ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലിരുന്നോ, വാഹനത്തിലിരുന്നോ, വഴിയോരങ്ങളിലിരുന്നോ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂമിലിരുന്നോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആശങ്കയിൽ വെറുതെ
ഈ ചാനൽ ഒന്ന് സ്വിച്ച് ചെയ്തപ്പോൾ അറിയാതെ നിങ്ങൾ കണ്ടതായിരിക്കാം ഈ ചാനൽ. അല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് താങ്കൾ കേൾക്കുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. ഈ നിമിഷം അത്ഭുതങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. ശ്രദ്ധിക്കണം, യേശുവിനെ കുറിച്ചുള്ള ഒരു കേൾവി. ഷി ഹേർഡ് അബൌട്ട് ജീസസ്. 12 വർഷക്കാലം ഭാരപ്പെടുക, അത് രക്തസ്രവമാണ്. രക്തസ്രവം എന്ന് പറയുമ്പോൾ ദാറ്റ് സിക്നസ് വാസ് ടാർഗറ്റിങ് ഹെർ ലൈഫ്. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവളുടെ ജീവനാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എത്ര രക്തം പോയതാണ്, അല്ലേ? ബിക്കോസ് ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. ഇവളുടെ ലൈഫിനോട് ടാർഗറ്റാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ ടാർഗറ്റ് ചെയ്യുന്ന ചില വിഷയങ്ങളിൽ നിന്ന് നിങ്ങളെ സ്വർഗം പുറത്തെടുക്കുക. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ആ വിടുതൽ വെളിപ്പെടുന്നു. നിങ്ങളുടെ ജീവനെ പിശാച് ടാർഗറ്റ് ചെയ്യുന്ന മേഖലയിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. വചനം പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായി ഉണ്ടാകുവാൻ യേശു വന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ലെന്നാണ് വചനം പറയുന്നത്. ഒരു കള്ളനും വന്നിട്ട് നിങ്ങളുടെ വീട്ടിലില്ലാത്തത് കൊണ്ട് വെച്ചിട്ട് പോകാം. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ല, ഞാൻ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വയ്ക്കാം. വീട്ടിൽ ഫ്രിഡ്ജില്ല, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു വയ്ക്കാമെന്ന് ഒരു കള്ളം പറയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനെ നഷ്ടപ്പെടുത്താൻ, ഉള്ള സന്തോഷത്തെ, ഉള്ള സമാധാനത്തെ, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ആനന്ദത്തെ, ആ ഒരു സാന്ത്വനിക അവസ്ഥകളെയും സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാച് വരുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ. അർത്ഥം, നിങ്ങൾക്കില്ലാത്തത് തരാൻ, നഷ്ടപ്പെട്ട തരാൻ, ശത്രു നഷ്ടപ്പെടുത്തിയത് തരാൻ. As we read the word, we find that she had lost many things in the course of this suffering of 12 years. ഈ 12 വർഷം ഈ രക്തസ്രവക്കാരി സ്ത്രീ അനുഭവിച്ച വേദനകളിൽ ഒത്തിരി നഷ്ടങ്ങൾ അവൾക്ക് സംഭവിച്ചു. അവൾ പ്രതീക്ഷ വെച്ച് സകലതും പരാജയപ്പെട്ടപ്പോൾ അവൾ യേശുവിനെ കുറിച്ച് ഈ വാർത്ത കേൾക്കുമ്പോൾ അവളുടെ പ്രതീക്ഷ അവൾ യേശുവിൽ വെച്ചു. ഹല്ലേലൂയ. That brought her deliverance. So നഷ്ടം ഉണ്ടായപ്പോൾ പ്രതീക്ഷ യേശുവിൽ വെച്ചു. Amen. നഷ്ടം പിശാച് വരുത്തുമ്പോൾ, നഷ്ടങ്ങൾ നിനക്ക് സംഭവിച്ചുവെങ്കിൽ പ്രതീക്ഷ കൈവിടരുത്, പ്രതീക്ഷ യേശുവിൽ വെക്കണം. Amen. There is hope in Jesus. യേശുവിൽ പ്രതീക്ഷ വെച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. യേശുവിൽ ആമേൻ പ്രത്യാശ വയ്ക്കാൻ താങ്കൾ തയ്യാറാണോ? ഈ നിമിഷം യേശു താങ്കളെ വിടുവിക്കും. യേശുവിന് താങ്കളെ വിടുവിപ്പാൻ കഴിയും. നഷ്ടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഒരു പക്ഷേ ബിസിനസ് നഷ്ടപ്പെട്ട് കാണാം, കുടുംബത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാത്ത അനുഭവം ഉണ്ടായി കാണാം, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ കോവിഡിന് ശേഷം എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബിസിനസ് ആകട്ടെ, ആരോഗ്യമാകട്ടെ, ജീവിതത്തിലെ സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ, ഭയത്തിൽ നിന്നാകട്ടെ, അതിൽ നിന്ന് എനിക്ക് റിക്കവറി നടന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. ഇന്ന് ഈ സമയത്ത് ദൈവവചനത്തിൻ്റെ ശക്തി താങ്കളുടെ മേൽ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങളുടെ നഷ്ടം ലാഭമായി തീരുന്നു. 12 വർഷക്കാലം, 12 വർഷമായിട്ട് ഭാരപ്പെടുകയാണ്. ഇയേഴ്സ് ഓഫ് സഫറിങ്. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പഴക്കമുള്ള വിഷയങ്ങൾ, പഴക്കം ചെന്ന വിഷയങ്ങൾ. ചില വിഷയങ്ങൾ നമ്മൾ പഴക്കം വന്ന് മറന്നു. ആമേൻ. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇനി രക്ഷയില്ല, ഹോപ്പ്ലെസ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ എൻ്റെ ബുദ്ധിയിലും എൻ്റെ സ്വാധീനത്തിലും എൻ്റെ കഴിവിലും അല്ലെങ്കിൽ എനിക്കുള്ള അനുഭവത്തിലും എനിക്കുള്ള വ്യക്തികളുടെ ബന്ധത്തിനകത്തും ഇനി അത് നടക്കാൻ ഒരു സാധ്യതയില്ല. മനുഷ്യരിന് ഒന്നും ഇനി അതിൽ ഒരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയില്ല. അതാ കറക്റ്റ്. മനുഷ്യന് ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. മനുഷ്യന് ചെയ്യാനില്ല, പക്ഷെ ദൈവത്തിന് ചെയ്യാനുണ്ട്. ഈ വചനം നിങ്ങളെ വിടുവിക്കുന്നു. മനുഷ്യന് ചെയ്യാനില്ല, മനുഷ്യന് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ സ്നേഹിതർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കൂടെ ഉള്ളവർക്ക്, ഫാമിലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യേശുവിന് ചെയ്യാനുണ്ട്. യേശുവിന് ചെയ്യാനുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെടരുത്. എല്ലാം തീർന്നു പോയെന്ന് പറയരുത്. യേശുവിന് ചെയ്യാനുണ്ട്. കർത്താവ് അത് ചെയ്യും. നിങ്ങളുടെ മേൽ ഇന്ന് ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ആമേൻ. അത് എത്ര പഴക്കം ചെന്ന വിഷയമാണെങ്കിൽ, ചില ആൾക്കാർ പഴക്കമായ വിഷയങ്ങൾ, ഇറ്റ് ഹാസ് ബിക്കം ഓൾഡ്, വകയില്ല. അതുകൊണ്ട് എന്തെങ്കിലും അറിയുമോ, പലപ്പോഴും ആൾക്കാർ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേ ഗെറ്റ് അഡ്ജസ്റ്റഡ് ടു ദിസ് സിറ്റുവേഷൻ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ലൈഫ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ക്രിസ്ത്യ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, കുഴപ്പമില്ല, എങ്ങനെ അങ്ങ് ജീവിക്കാം, അങ്ങനെയല്ല.
ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്ന് തിരിച്ചറിയുക. യേശു നിങ്ങളെ സഹായിക്കുമെന്ന് തിരിച്ചറിയുക. പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയോട്. ഇന്ന് ഒരുപക്ഷെ കിടരോഗിയായിട്ട് നിങ്ങൾ ഞങ്ങളെ ശ്രമിക്കുകയായിരിക്കും. നിങ്ങളുടെ മേലിപ്പോൾ സൗഖ്യത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. തീരാരോഗം, മാറാരോഗം, കണ്ണു തരുന്നത്. ഒരു പക്ഷേ ഇന്ന് ഇത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നു, എൻ്റെ കുടുംബക്കാർക്ക് ഞാനൊരു ഭാരമായി, എനിക്ക് ഈ രോഗം കാരണം എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമായി, ഒരു ബാധ്യതയായി. ഈ വാക്കുകളൊക്കെ പറയുന്നവർ എന്നെ ശ്രമിക്കുന്നുണ്ട്. ബാധ്യതകളായി മാറി, ഞാനൊരു ഭാരമായി മാറി. അയ്യോ, ഞാൻ ജീവിക്കേണ്ടായിരുന്നു, ഞാൻ ആ രോഗത്തിൽ മരിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിതത്തെ പഴിച്ച് ദുഷിച്ച് നിന്ദയുടെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരെ യേശു കർത്താവ് നിന്റെ നഷ്ടത്തെ ലാഭമാക്കും. മനുഷ്യനെ കഴിയാത്തുള്ളൂ, യേശുവിന് കഴിയും. മനുഷ്യനെ കഴിയാത്തുള്ളൂ, യേശുവിന് കഴിയും. മനുഷ്യൻ കൈവിട്ടു എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കരുത്. കർത്താവ് നിന്നെ കരങ്ങളിൽ പിടിക്കുകയാണ്. എൻ്റെ വീര്യമുള്ള ഭുജത്താൽ ഞാൻ നിന്നെ താങ്ങി നടത്തും, ഞാൻ നിന്നെ കൈവിടത്തുമില്ല ഉപേക്ഷിക്കത്തുമില്ലെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. സോ നമ്മുടെ ലൈഫിൽ നോക്കുമ്പോൾ എന്തുമാത്രം ഇൻസ്റ്റൻസ് ഉണ്ട്. കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തിയത്. ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവം, ഞങ്ങളുടെ കുടുംബത്തെ കരം പിടിച്ച് നടത്തുന്ന ദൈവം നിങ്ങളെ നടത്തും. ഈ നിമിഷം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങനെ വെളിപ്പെടുവാനിടയായി. ഇവിടെ ശ്രദ്ധിക്കുന്നത് 12 വർഷമായിട്ട് ഭാരമുണ്ട്. പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. അപ്പം ഇവിടെ പറ്റുന്ന ചികിത്സകളെല്ലാം ചെയ്തു. ദാറ്റ് മീൻസ് എല്ലാ ശ്രമവും നടത്തി എന്ന് പറഞ്ഞാൽ ശ്രമിക്കാത്തവളല്ല, അവളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കൊണ്ടോ ചെയ്യാത്തവളല്ല, ചെയ്തു നോക്കിയവളാണ്. അതാ വചനം പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവർ. അർത്ഥം ലേസി ആയിരിക്കുന്ന ആൾക്കാരോടല്ല കർത്താവ് പറഞ്ഞ്, അല്ലേ, ഒന്നും ചെയ്യാതെ എന്തെങ്കിലും കർത്താവ് ചെയ്തോളും അങ്ങനെ പറയുന്നവരോടല്ല. ദൈവം പറഞ്ഞ ആരോടെന്നറിയുമോ? അധ്വാനിച്ചിട്ടും നടന്നില്ല, കഷ്ടപ്പെട്ടിട്ടും മറുപടി ലഭിച്ചില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്നവരോട് തമ്പുരാൻ പറയുക, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ നടത്തിക്കോളാം, നിങ്ങളെ ഞാൻ കരം പിടിച്ചോളാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തോളാം, ഞാൻ നിന്നെ കൈവിടത്തുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തുമില്ല, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. ഇതാണ് യേശു. ഈ യേശു കർത്താവ് ഒരു ദിവസമല്ല, ജീവപര്യന്തം നമ്മെ നടത്തും. ജീവപര്യന്തം ഒരു ദിവസം നടത്തുമെന്നല്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നതെന്നല്ല. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ മേൽ വെളിപ്പെടുന്ന സമാധാനം, അത് ലോകത്തിന് തരാൻ പറ്റാത്തത് നിത്യത വരയ്ക്കും നിന്നെ നടത്തും. നിത്യത വരയ്ക്കും, ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന വരയ്ക്കും, യേശുവിൻ്റെ വരവോളം നിങ്ങളായിരിക്കുന്ന സമയം വരയ്ക്കും നിങ്ങളെ നിത്യമായ സമാധാനത്തെ. അതാണ് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് എവർ ലാസ്റ്റിംഗ്, അല്ലേ? നിത്യമായതാണ്. ലോകം തരുന്നതൊക്കെ താൽക്കാലികം, അല്ലേ? ഇറ്റ്സ് ടെമ്പററി. പക്ഷേ യേശു തരുന്നത് നിത്യമായതാണ്. നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇന്ന് ഈ സമയത്ത് വെളിപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് വിശ്വസിക്കും, ധൈര്യപ്പെടുക, കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. അമ്മ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ അതല്ലയോ സംഭവിച്ചത്? 12 വർഷം ഭാരം ഉണ്ടായി, പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, എന്നിട്ട് അവൾക്ക് ഭേദം വന്നില്ല, ഏറ്റവും പരവശയായിത്തീരുന്നു. അവൾക്ക് എല്ലാം നഷ്ടം, ഇനി ആരെയും മുഖത്ത് നോക്കാൻ വയ്യ. നഷ്ടം മാത്രമല്ല, കഷ്ടത, നഷ്ടത്തെ ഓർത്തുള്ള ഭാരം, ഇനി അതും പോയിട്ട് താൻ അനുഭവിക്കുന്ന വേദന, എന്തെല്ലാം പ്രയാസവും. ഓൾമോസ്റ്റ് വചനം പറഞ്ഞിരിക്കുന്ന 5 things were negative. ഫിസിക്കൽ, ശാരീരികമായത്, മാനസികമായത്, എല്ലാം കൊണ്ട് ഞെരുക്കം അനുഭവിക്കുകയാണ്. ഇമോഷണൽ പെയിൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഇതിനെ ചൊല്ലി വ്യാകുലപ്പെടുകയാണ്. ഇന്ന് ശാരീരികവും മാനസികവും ആത്മീയവും പലവിധമായ വിഷയങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരാണോ താങ്കൾ? വചനം നിങ്ങളെ സഹായിക്കും, വചനം നിങ്ങൾക്ക് മറുപടി നൽകും, വചനം നിങ്ങളെ ഉയർത്തും തക്ക സമയത്ത്. അതാ വചനം, തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരുത്തിന് കീഴിൽ താണിരിക്കും. ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാം. ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഇവിടെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ടായി, പക്ഷേ ഷീ ഹാഡ് ഹോപ്പ് ഇൻ ജീസസ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷ വെച്ചതെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെങ്കിലും നിന്നെ കൈവിടാത്തൊരു യേശുണ്ട്. ഒരു പക്ഷേ ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നവരാകാം. ഒരു പ്രതീക്ഷയുമില്ലാതെ ചുമ്മാ ഞാൻ ഈ ചാനലൊന്ന് മാറ്റിയപ്പോൾ കണ്ടതാ. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെന്നതല്ല, നിങ്ങളെ യേശു നേരത്തെ കണ്ടു. ആമേൻ. യേശു നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു. നിങ്ങളെക്കുറിച്ച് യേശു വിചാരമുള്ളവനായതുകൊണ്ട് ഹീ ഈസ് മൈൻഡ്ഫുൾ ഓഫ് യു. അതുകൊണ്ടാണ് താങ്കൾ ഇന്ന് കാണുന്നത്. നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശു കടന്നു വരാൻ ആഗ്രഹിക്കുന്നു, സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷം തന്നെ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വിടുവിക്കുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കാര്യം നിങ്ങളുടെ മേൽ ഇന്ന് പകലിൽ വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. അസാധാരണമായ ദൈവശക്തി
നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവിക വിടുതലും ദൈവിക പ്രത്യാശയും ദൈവിക ആനന്ദവും ഇന്ന് ഈ സമയത്ത് വ്യാപരിക്കും. ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ ഭവനത്തിൽ കുടുംബമായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരത്തെ ഒന്ന് കോർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരമൊന്ന് വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. കുടുംബത്തെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവിക സമാധാനം കുടുംബങ്ങൾ വ്യാപരിക്കട്ടെ. പിതാവേ, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളെ ശ്രവിക്കുന്ന ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സകലവരുടെ മേലും ആത്മാവിൻ്റെ തേജസ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരം ഇപ്പോൾ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവിക സമാധാനം ഈ ഞങ്ങൾ കേട്ടതുപോലെ 12 വർഷക്കാലം ഭാരപ്പെട്ടു പോയ ഈ സഹോദരിയെ കൈവിടാത്ത ദൈവമേ, മനുഷ്യൻ കൈവിട്ടു, തൻ്റെ പ്രതീക്ഷ കൈവിട്ടു, എന്നാൽ യേശു തന്നെ കൈവിട്ടില്ലല്ലോ. യേശുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രതീക്ഷകളെ ഉയർത്തിയതുപോലെ ഇന്ന് ഈ സമയത്തിൽ ദൈവത്തിൻ്റെ തേജസ്വി കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. സമാധാനമില്ലാത്തവരുടെ മേൽ ദൈവിക സമാധാനമായിട്ട്, സൗഖ്യമായി, വിടുതലായി, ദൈവപ്രവൃത്തിയായി, ജയമായി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. ആത്മഹത്യയുടെ പ്രവണത, ഭയങ്ങൾ, സ്വപ്നങ്ങൾ എന്നെ പരാജയപ്പെടുത്തുന്നു. ചില സ്വപ്നങ്ങൾ എന്നെ വിട്ടുമാറുന്നില്ല. എന്നെ ബന്ധിക്കുന്ന, എന്നെ ദണ്ഡിപ്പിക്കുന്ന ചില സ്വപ്നങ്ങളാൽ ഞാൻ ഭാരപ്പെടുന്നു എന്ന് പറയുന്നവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇവരെ ചിന്താമണ്ഡലങ്ങളെ അലട്ടിക്കളയുന്ന, വേദനിപ്പിക്കുന്ന ആ മേഖലകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അത്ഭുതത്തിൻ്റെ കാലഘട്ടം ഇവരുടെ മേൽ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെടുവാൻ കഴിയും. നിങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുവാനായി ആഗ്രഹിക്കുന്നു, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളെല്ലാം ക്രമീകരിക്കുന്നു. കാണുന്ന നമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അത് കാണുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കടന്നു വന്ന് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി പരിശുദ്ധാത്മാവ് പകരട്ടെ. We bless you in Jesus' almighty name. Amen.